നമ്മൾ ആരും കാണാത്ത അഹാനകൃഷ്ണ ഇട്ടിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത അമ്മൂമ്മയെക്കുറിച്ചും തന്വിയെക്കുറിച്ചും വളരെ മോശമായിട്ട് പറയുന്ന ഒരു വലിയൊരു ലോങ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അഹാന, അമ്മൂമ്മ, തൻവി ഒരു ഇഷ്യൂ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. തൻവി നാട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ്. തൻവി നാട്ടിലോട്ട് വരുന്ന സമയത്ത് താൻ അമ്മൂമ്മയെ നോക്കാനാണ് വരുന്നതെന്നും അമ്മൂമ്മയെ നോക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള രീതിയിലൊക്കെ തൻവി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അഹാനയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൻവിയെയും അമ്മൂമ്മയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മയെ വെച്ചിട്ട് ഒരു വീഡിയോ തൻവിയും ചെയ്തു. അഹാനയും ഫാമിലിയും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് തൻവിയും ഒരു വീഡിയോ ചെയ്തു. അതിനൊരു മറുപടി പോലെ അഹാന ഇട്ടൊരു പോസ്റ്റാണിത്. പക്ഷേ അത് അധികം നേരം അഹാനയുടെ പേജിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അത് അഹാന ഡിലീറ്റ് ചെയ്തു. ഇത്രയും മെച്ചുറായിട്ടുള്ള ഒരു അഹാന, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു അഹാന എന്നൊരു പദ്ധതിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള അഹാന സ്വന്തം അനിയത്തി അല്ലെങ്കിൽ കസിനെക്കുറിച്ചും അമ്മൂമ്മയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അഹാന ആദ്യം അവരെക്കുറിച്ച് പറയാണ്, അതായത് തൻവി ചെയ്ത രണ്ടാമത്തെ വീഡിയോയെക്കുറിച്ചാണ്. എന്തൊരു പെർഫോമൻസ് വീഡിയോ ആണ് അവർ പറയുന്നത്. അവർ പറയുന്ന പുതിയ കള്ളങ്ങൾക്ക് മറുപടിയായി വീണ്ടും ഒരു 50 മിനിറ്റ്സ് ദൈർഘ്യമുള്ള വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. അതായത് അഹാന ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഇനിയും വീഡിയോ ചെയ്യത്തില്ലെന്ന് അഹാന പറഞ്ഞു. അപ്പോൾ ആ 50 മിനിറ്റ്സ് വീഡിയോയ്ക്ക് പകരം ഒരു 50 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ദീർഘമുള്ളൊരു പോസ്റ്റാണ് അഹാന പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു 50 മിനിറ്റ്സ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് വെച്ചിട്ട് കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴച്ച് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന അഹാന എന്നിട്ട് എന്താ ചെയ്യുന്നത്? വീണ്ടും അത് സോഷ്യൽ മീഡിയയിൽ വലിച്ചിടുകയാണ്. ആ പോസ്റ്റ് ഇട്ടിട്ട് ആരോ പറഞ്ഞിട്ടാണ് അഹാന അത് ഡിലീറ്റ് ചെയ്തത്. ഇങ്ങനെ പെരുമാറുന്നവരെ കുടുംബം എന്ന് പറയുന്നത് പോലും എനിക്ക് അപമാനകരമായിട്ട് തോന്നുന്നു. അഹാന എന്താ ചെയ്യുന്നത്? ഹാനയും അവരെക്കുറിച്ച് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് അഹാന പറയാണ്, കള്ളങ്ങൾ, പിന്നെയും കള്ളങ്ങൾ. ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അഭിനേത്രികളാണ് ഇവർ. അതായത് തൻവിയെക്കുറിച്ചും അമ്മൂമ്മയെക്കുറിച്ചുമാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് പ്രേക്ഷകർ എന്ത് വിലയിരുത്തണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് പറയാണ്, ഇത്രം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടുകളിൽ ഏർപ്പെടുന്നതിനേക്കാട്ടിലും എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ അഹാന തന്നെ അമ്മൂമ്മയെക്കുറിച്ചും തൻവിയെക്കുറിച്ചും എന്തൊക്കെയാ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം അഹാന പറയുന്ന അമ്മൂമ്മയെക്കുറിച്ചാണ്. എൻ്റെ അമ്മൂമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശീലം കൊച്ചുമക്കളെ ഓരോ സമയത്തും ഏറ്റവും നല്ലവൻ, ഏറ്റവും മോശവൻ എന്ന് വേർതിരിച്ച് പറയുന്നതാണ്. അതായത് അമ്മൂമ്മ അഹാനയും ബാക്കിയുള്ള എല്ലാ കൊച്ചുമക്കളെയും പലപ്പോഴും പല രീതിയിൽ കാണുന്നുണ്ടെന്ന്. അതേപോലെ ഏറ്റവും നല്ല കൊച്ചുമകൾ ഞാനാണെന്ന് പലതവണ എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു 15 വീഡിയോസ് എങ്കിലും എൻ്റെ കയ്യിലുണ്ടെന്നാണ് അഹാന പറയുന്നത്. ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് ക്യാഷ് ചിലവാക്കും, അവരെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകും, അവർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവരെന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അതായത് അഹാനയുടെ അമ്മൂമ്മ പലപ്പോഴും അഹാനയെ പൊക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ അഹാന ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പകരമായിട്ടാണ് പറഞ്ഞതെന്നാണ് അഹാന പറയുന്നത്. പക്ഷെ അഹാന ഓർക്കേണ്ട ഒരു കാര്യം, ഈ അമ്മയും അച്ഛനും വളർത്തിയിട്ടല്ലേ അഹാനയുടെ അമ്മ ഒരു നല്ല സ്കൂളിൽ പഠിച്ച് ഇത്ര ലാംഗ്വേജും ഇംഗ്ലീഷൊക്കെ നല്ലതായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ലേഡിയായി വളർന്നു വന്നത് ഈ അമ്മൂമ്മയും അപ്പൂപ്പനും ഉള്ളതുകൊണ്ടല്ലേ. അപ്പം അവർക്ക് തിരിച്ച് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ആരെങ്കിലും 1 കിലോ ആപ്പിൾ മേടിച്ചു കൊടുത്താൽ അതുവരെ നല്ലവരെന്ന് പറഞ്ഞവരെ മോശമാക്കി പറയുന്ന ആൾക്കാരാണ് എൻ്റെ അമ്മൂമ്മ. അതായത് ഇപ്പം ഇഷാനി നാളെ ആപ്പിൾ മേടിച്ചു കൊടുത്താൽ അഹാന മോശപ്പെട്ടവളാണെന്നും ഇഷാനിയാണ് നല്ലതെന്നും അമ്മൂമ്മ പറയുമെന്ന്. ഈ അഹാന തന്നെ ആ വീട്ടിലൊരു ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്തൊരു സ്ത്രീയുണ്ട്, ഞാൻ മേടിച്ചു കൊണ്ടു കൊടുക്കുന്ന ഫ്രൂട്ട്സ് ആ തള്ളയ്ക്ക് കൊടുക്കല്ല, അപ്പൂപ്പന് മാത്രമേ കൊടുക്കാവൂ എന്നും പറഞ്ഞിട്ട് ഓരോ ആപ്പിൾ ഓരോ പേരയ്ക്ക എന്നിങ്ങനെ കണക്കിന് മേടിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് അഹാന. ഇങ്ങനൊക്കെ കണക്ക് പറയാനാണെങ്കിൽ അഹാനെ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന് ഇഷ്ടം പോലെ കണക്ക് പറയാൻ കാണത്തില്ലേ? അമ്മയെ അച്ഛനെയൊക്കെ വളർത്തിയതിനൊക്കെ അവർക്കും ഇഷ്ടം പോലെ കണക്ക് പറയാൻ കാണത്തില്ലേ? എന്നിട്ട് അഹാന പറയാണ്, ഇപ്പം ഞാൻ ഏറ്റവും മോശക്കാരിയായി അവരുടെ മുമ്പിൽ മാറിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ തെറ്റായ പ്രവൃത്തികളെ ഞാൻ ചോദ്യം ചെയ്തു. അതായത് അമ്മൂമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നു, ഞാൻ ചോദ്യം ചെയ്തതുകൊണ്ടാണ് അമ്മൂമ്മയുടെ മുമ്പിൽ ഞാൻ തെറ്റുകാരിയായെന്ന്. ചോദ്യം ചെയ്യാം, അത് നാച്ചുറലാണ്. എന്ന് വെച്ചിട്ട് അമ്മൂമ്മയെ ബിച്ചെന്നും പട്ടിയെന്നും ഒക്കെ വിളിക്കുന്നത് തെറ്റല്ലേ ഹാനെ? ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് എന്ന് വെച്ച് എൻ്റെ സഹോദരിമാർക്ക് അവരെ കൂടുതൽ ഇഷ്ടമാണെന്നൊന്നും അർത്ഥമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് അവരുടെ മുൻപിൽ ഞാൻ വില്ലനായി എന്ന് വെച്ചാൽ അഹാന ഉദ്ദേശിച്ചത് അഹാനയുടെ സഹോദരിമാർക്കും ഇവരെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അഹാന കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് അഹാനയായി അവിടെ വില്ലൻ. മറ്റുള്ള കുട്ടികളെയും ആ പുള്ളിക്കാരത്തേക്ക്, അതായത് അമ്മൂമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അവർക്ക് അങ്ങോട്ടും താല്പര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അഹാന പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം തൻവിയെക്കുറിച്ചാണ് പറയുന്നത്. കുടുംബ പ്രശ്നങ്ങൾ വലിച്ചിഴക്കരുത്, കുറ്റങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞ അഹാന തൻവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇനി ഞാൻ തൻവിയെക്കുറിച്ച് പറയാം. അവൾക്ക് സ്വന്തം അമ്മയെ ഇത്ര വെറുപ്പായിരുന്നെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നപ്പോഴൊക്കെ എന്തിനാണ് അവരുടെ കൂടെ നടന്നിരുന്നത്? അമ്മയോട് വെറുപ്പാണ് എന്നും പറഞ്ഞിട്ട് സ്വന്തം അമ്മ അല്ലാതാവത്തില്ലല്ലോ.
അവർക്കൊരാവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓടിച്ചെല്ലാൻ ലോകത്ത് വേറെ ആരാ ഉള്ളത്? ഈ പ്രായമായ അമ്മൂമ്മയും അപ്പൂപ്പനും മാത്രമാണോ? എന്ന് വെച്ചിട്ട് വളർത്താത്ത ഒരു അമ്മയും അച്ഛനെയും ഭയങ്കരമായിട്ടങ്ങ് സ്നേഹിക്കണം എന്നുള്ള ന്യായവും പറയാൻ പറ്റില്ല. എന്നിട്ട് അഹാന പറയാണ്, തൻവിയുടെ ആദ്യത്തെ കാനഡയിലേക്കുള്ള യാത്രയുടെ സമയത്ത് പോലും അവൾ പോയത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. ആവശ്യമുള്ളപ്പോൾ അവൾക്ക് അമ്മ നല്ലത്, അല്ലാത്തപ്പോൾ അമ്മ ഒരു തട്ടിപ്പുകാരി. എത്ര സൗകര്യപ്രദമായ നിലപാടല്ലേ? അതായത് തൻവിയുടെ അമ്മയെക്കുറിച്ച്, അത് അഹാനയുടെ അമ്മയുടെ അനിയത്തിയെക്കുറിച്ചാണ് അഹാന പറയുന്നത്. തൻവിക്ക് ആവശ്യമുള്ളപ്പോൾ അമ്മയെ മതി, അല്ലാത്തപ്പോൾ തൻവിക്ക് അമ്മയെ വേണ്ടാന്ന്. എന്നിട്ട് തൻവിയെക്കുറിച്ച് പറയാണ്, തൻവിയുടെ അമ്മ, അതായത് ചിന്നമ്മ എന്ന് വിളിക്കുന്ന അവരുടെ തൻവിയുടെ അമ്മ ഒരിക്കലും തൻവി ഉപേക്ഷിച്ചിട്ടില്ല. ആദ്യം തൻവി ചിന്നമ്മയുടെ കൂടെയായിരുന്നു താമസം. പിന്നീട് അവളുടെ അച്ഛൻ ബലമായി തൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റി. പിന്നീട് അബുദാബിയിലേക്കും കൊണ്ടുപോയി. അച്ഛൻ മരിച്ചതിന് ശേഷം അവൾ വീണ്ടും ചിന്നമ്മയുടെയും എൻ്റെ മുത്തശ്ശിയുടെയും കൂടെ താമസിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശിയും കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ചിന്നമ്മ അവൾ ബാംഗ്ലൂരിൽ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷേ തൻവി അത് കേൾക്കാതെ ഈ മുത്തശ്ശിയുടെ ഒപ്പം കേരളത്തിലേക്ക് വന്നു. കാരണം എളുപ്പത്തിൽ സ്വാധീനിക്കാവുന്ന 2 ആൾക്കാരാണല്ലോ ഈ പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും. അഹാന ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻവി മനഃപൂർവ്വം അമ്മയുടെ കൂടെ നിൽക്കാതെ മുത്തശ്ശിയുടെയും കൂടെ വന്നു. കാരണം ആ തൻവി ഒരു ടീനേജറാണ്. ആ സമയത്ത് മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചുകൂടെ കള്ളങ്ങളൊക്കെ പറയാം, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. പക്ഷെ അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇത് അഹാനയുടെ ഒരു വേർഷനാണ്. തൻവി എന്താണ് റിയലായിട്ട് അനുഭവിച്ചതെന്ന് തൻവിക്ക് മാത്രമേ അറിയത്തുള്ളൂ. തൻവി ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല ഡേയ്സ് വിത്ത് ഹെർ ഡാഡ് ആയിരുന്നെന്ന്. മമ്മിയോടും അവൾ ഒട്ടും ഹാപ്പി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ അവളുടെ ഇപ്പോഴത്തെ രണ്ടാനച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാതെ ഈ മുത്തശ്ശിയുടെയും കൂടെ പോയതിൽ അവൾക്ക് അവളുടേതായിട്ടുള്ള കാരണമുണ്ട്. പക്ഷെ അഹാന പറയുന്നത്, ആ വലിയ വീട്ടിൽ അവൾക്കല്ലേ എന്ന് വെച്ചാൽ 5 മുറിയുള്ള വീടുണ്ട്. അപ്പോൾ അവൾക്ക് അത്രയും നല്ല സ്വാതന്ത്ര്യം കിട്ടും. ചിന്നമ്മയോട് കൂടെ ആണെങ്കിൽ, അതായത് തൻവിയുടെ അമ്മയുടെ കൂടെ ആണെങ്കിൽ രണ്ടാനച്ഛനുണ്ട്, വേറെ 2 മക്കളുണ്ട്, തൻവിയുണ്ട്. അപ്പം അത്രയും കൊച്ചു ഫ്ലാറ്റിൽ ഇത്രയും ആൾക്കാർക്ക് നിൽക്കേണ്ടി വരും. അപ്പം അതിൻ്റെ ഒരു പ്രയോജനത്തിന് വേണ്ടി, അതായത് ഇത്രയും വലിയ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിൽ നിൽക്കുവാനും അവരുടെ സ്വന്തം പ്രയോജനങ്ങൾക്കും വേണ്ടിയാണ് സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് തൻവി അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും കൂടെ പോയതെന്നാണ് അഹാന പറയുന്നത്. ഇതൊക്കെയാണ് സത്യമെന്നും ബാക്കിയൊക്കെ തൻവി സ്വന്തമായിട്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ കഥകളാണെന്നാണ് അഹാന പറയുന്നത്. അഹാനയെ സംബന്ധിച്ച് അച്ഛനും അമ്മയും നല്ല രീതിയിൽ നോക്കി അവർ അമ്മയുടെ 100% ടൈമും അഹാനയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി സ്പെൻഡ് ചെയ്ത് അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹമൊക്കെ ഒരുപാട് കിട്ടി വളർന്ന ഒരാളാണ് അഹാന. ഭയങ്കര പ്രിവിലേജോടുകൂടി വളർന്നൊരു കുട്ടിയാണ്. അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിരുന്നില്ലെങ്കിൽ കൂടിയും ലവിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അവർ അച്ഛനമ്മയെ നല്ല രീതിക്ക്, അവർ ഒരുപാട് വീഡിയോസ് ചെറുപ്പത്തിലൊക്കെ കണ്ടാൽ അറിയാം നമുക്ക്. ആ രീതിയിലുള്ള സ്നേഹവും പരിചരണവും തൻവിക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അഹാന ആസ് എ കിഡ് അഹാനയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് അനുഭവിച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. അതേപോലെ അഹാന ഭീഷണിപ്പെടുത്താണ്, തൻവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ കൈവശമുള്ള വീഡിയോകളും ഓഡിയോ റെക്കോർഡുകളും സന്ദേശങ്ങളും ഞങ്ങൾ പുറത്തുവിട്ടാൽ അവർക്ക് പുറത്തിറങ്ങി പൊതുസ്ഥലത്ത് ഇറങ്ങി നടക്കാൻ പോലും കഴിയത്തില്ലെന്ന് അഹാന ഒരു ഭീഷണി പറയുന്നുണ്ട്. എന്താണാവോ തൻവിയെക്കുറിച്ചുള്ള ഈ വീഡിയോ എന്നറിയത്തില്ല. അങ്ങനെ പറയാനാണെങ്കിൽ അഹാനയ്ക്ക് അനിയത്തിമാരെക്കുറിച്ചുള്ള കഥകളില്ലേ? ദിയാകൃഷ്ണ ഒരേ സമയത്ത് രണ്ട് ലൈൻ അല്ലെങ്കിൽ 2 അഫെയറുമായിട്ട് പോയിട്ടുള്ള വ്യക്തിയാണ്. അതിനകത്ത് അഹാന ഇടപെട്ടിട്ടുണ്ടെന്നും അഹാന അനിയത്തിയെക്കുറിച്ച് ഓരോ ബോയ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെയുള്ള വീഡിയോസ് അതിനെക്കാട്ടും കൂടുതൽ സ്പ്രെഡായിട്ടുണ്ട്. അപ്പം സ്വന്തം അനിയത്തിമാരും അല്ലെങ്കിൽ അഹാന ഫാമിലി അത്ര മോശമൊന്നുമല്ല. തൻവിയെക്കുറിച്ച് പറയുമ്പോൾ തൻവിക്കും പറയാൻ കാണും 100 കണക്കിന് കഥകൾ അഹാനയുടെ കുടുംബത്തെക്കുറിച്ച്, മേ ബി അഹാനയെക്കുറിച്ച് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുറിച്ച് തൻവിക്കും പറയാൻ കാണും. അപ്പോൾ അഹാന പറയുന്നത്, ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ തൻവിയും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വ്യത്യാസവും ഇല്ല അഹാന, എല്ലാവരും കണക്കാണ്. തൻവി എന്താണോ പറയുന്നത് അതിൻ്റെ 10 ഇരട്ടിയാണ് അഹാന പറയുന്നത്. എന്നിട്ട് അതിൻ്റെ 10 ഇരട്ടി തൻവി പറയും, പിന്നെയും 10 ഇരട്ടി അഹാന പറയും. എന്നിട്ട് ആരൊക്കെയോ ചേർന്ന് ഒത്തുതീർപ്പാക്കി എല്ലാവരെ കൊണ്ടും വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. എന്നിട്ട് അഹാന വന്നിട്ട് പിറ്റേ ദിവസം ഒന്നും അറിയാത്ത ഒരാളെ പോലെ വീഡിയോ ഇടുകയാണ്, പോസ്റ്റ് ഇടുകയാണ്, ഞങ്ങൾ തൻവിയോട് സംസാരിച്ചിട്ട് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കേണ്ട പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തൻവിയെ കൊണ്ട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. ശരിക്കും അഹാനെ കൊണ്ടാണ് ആരോ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്. അഹാന പോലും അറിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തൻവി എങ്ങനെയാണോ അതിൻ്റെ അപ്പുറത്തേതാണ് അഹാന. 2 പേരും ഒന്നിനൊന്ന് ഇതാണ്. ഫാമിലി മാറ്റേഴ്സാണ് ശരിക്കും അത് പുറത്ത് സംസാരിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും തൻവി സംസാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ അഹാന ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അഹാന, ഒരു വീട്ടിൽ ഒരു അഹാന എന്ന പദ്ധതി തൽക്കാലം സിന്ധു കൃഷ്ണ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ ഒരാളെ ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വലിച്ചു നീട്ടി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി ഇത്രയും വൈറലാക്കിയത് അഹാന എന്നൊരു വ്യക്തിയാണ്, വേറെ ആരുമല്ല.